ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പെന്തോസ് വാർ ഇൻ ലൈഫ് സീസൺ 1 7ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് കാർ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടും വളരെ കഷ്ടപ്പെട്ട് ഓയോന്നി അവളുടെ മകളെയും കൂട്ടി ചിയോങ് കോളേജിലേക്ക് വരുന്ന സമയത്ത് റോനയ്ക്ക് പകരം ഹാംബ്യോൾ പെർഫോം ചെയ്യുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോ ഉണ്ടാക്കാനും അതുപോലെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. സ്റ്റേജിൽ ഹാംബ്യോൾ നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ വക്കീലിനും അതുപോലെ തന്നെ കൊസാങ്ങയ്ക്കും കാങ്മാരിക്കും ഒക്കെ നല്ല സംശയം വരുന്നുണ്ട്. കാരണം ഇന്നത്തെ ഈ ഒരു പെർഫോമൻസ് റോണയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ അവൾക്ക് പകരം ഇന്നെന്താ ഈ ഹാംബ്യോൾ ഇവിടെ കയറി നിൽക്കുന്നത് എന്നെല്ലാവരും സംശയിച്ചു പോയി. അപ്പോഴാണ് ഷിമ്മിനൊരു കാര്യം ഓർമ്മ വന്നത്. ഇന്ന് ശരിക്കും അവിടെ പാടേണ്ടിയിരുന്ന സൊക്യോങ് ആണ്. പക്ഷേ അവൾക്ക് കോൾഡ് വന്നതുകൊണ്ട് അവളുടെ പ്രോഗ്രാം ക്യാൻസൽ ആകുമായിരുന്നു. അതുകൊണ്ട് തന്നെ സൊക്യോങ്ങിൻ്റെ ഡ്രസ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഷിമ്മ് ബൊട്ടീക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ലേഡി വന്നിട്ട് പറയും സിയോജിൻ വന്നിട്ട് അവളുടെ മകൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഷിം ആകെ ഞെട്ടിപ്പോവും. കാരണം സൊക്യോങ്ങിന് വയ്യാത്തതുകൊണ്ട് നമ്മുടെ റോനേനെയാണ് അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും സിയോജിൻ വന്നിട്ട് ഹാംബ്യോളിന് വേണ്ടിയിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുത്തത്? ഇതൊക്കെ അവൾ ചിന്തിക്കുമ്പോൾ അവൾക്ക് എന്തൊക്കെയോ ഒരു വശപ്പിശക് തോന്നും. ഹാംബ്യോളിൻ്റെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സിയോജിൻ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അഡ്മിഷൻ്റെ സമയത്ത് ഹാംബ്യോളിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതും അതുപോലെ തന്നെ മിൻസോളിന് ഫസ്റ്റ് കൊടുത്തതും ഇതൊക്കെ അയാൾക്ക് ഒരുപാട് നാണക്കേടുണ്ടാക്കിയ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ പറയും, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് പകരം നിൻ്റെ അനിയത്തിക്കായിരിക്കും ഞാൻ ഈ ഒരു സ്കൂൾ എഴുതി കൊടുക്കാൻ പോകുന്നത്. അത് കേൾക്കുമ്പോൾ അവൾ പറയും, അച്ഛനെ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും നിരാശപ്പെടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന ഫംഗ്ഷന് റോനയ്ക്ക് പകരം നമ്മുടെ ഹാംബ്യോൾ എന്നെ പാടും, അവൾ നന്നായിട്ട് പെർഫോം ചെയ്യും, ഇതെൻ്റെ വാക്കാണെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങുന്ന സമയത്തായിരിക്കും എക്സാം ഹാളിൽ വെച്ചിട്ട് സൊക്യോങ്ങും സൊക്കൂനും തമ്മിൽ കോപ്പി അടിക്കുന്നത് അവളുടെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ തന്നെ അവൾ എന്ത് ചെയ്യും വെച്ചാൽ ജുതന്തയുടെ അടുത്ത് പോകും. എന്നിട്ട് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. സൊക്യോങ് സോളോ പെർഫോം ചെയ്യരുത് എന്നായിരുന്നു അവളുടെ ആവശ്യം. അത് അയാൾ സമ്മതിച്ചു കൊടുക്കും. അത് മാത്രമല്ല, എന്നിട്ട് അയാൾ പറയും, ഇനി നിനക്ക് ഇവിടുന്ന് പോവാം, കാരണം ഇനി ഞാനും നീ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ഇറക്കി വിടും. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും ചെയ്യും. സൊക്യോങ്ങിന് ശരിക്കും കോൾഡായിരുന്നില്ല. അവളുടെ അച്ഛൻ പറഞ്ഞ പ്രകാരമാണ് അവൾ അങ്ങനെ അഭിനയിച്ചത്. 25 വർഷമായിട്ട് ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് മുടങ്ങിക്കിടന്ന നമ്മുടെ ചിയോങ് ആർട്സ് ഫെസ്റ്റിവൽ ഇനി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുമാത്രമല്ല, അതിൽ ജൂനിയേഴ്സിനും സീനിയേഴ്സിനും ഒക്കെ പങ്കെടുക്കാം. പിന്നെ ട്രോഫി കരസ്ഥമാക്കുന്ന ആൾക്കാർക്ക് സിയോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഡയറക്റ്റ് അഡ്മിഷനും കിട്ടുന്നതായിരിക്കുന്നു സിയോജിൻ ആ വേദിയിൽ വെച്ചിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പാരൻസും അതുപോലെ തന്നെ കുട്ടികളൊക്കെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. കാരണം അവരുടെ എല്ലാവരുടെയും എയിം തന്നെ ആ ട്രോഫി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അടുത്ത ഭാഗം കാണിക്കുന്നത് പെൻ്റ് ഹൗസിൽ വെച്ചിട്ടാണ്. അവിടെ നമ്മുടെ ചെയർമാൻ ജോ ഇപ്പോൾ പാട്ട് കേട്ടുകൊണ്ട് നിൽക്കുകയായിരിക്കും. അയാളുടെ കുട്ടികളെ ഇപ്പോൾ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ടാവും. സൊക്യോങ്ങിനോട് അയാൾ പറയും, ഇനി നിൻ്റെ ആഗ്രഹം പോലെ തന്നെ നിനക്ക് വിദേശത്ത് പോയിട്ട് പഠിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നീ പോയിക്കോന്ന്. അവളിപ്പോൾ നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്. കാരണം അവളുടെ ആഗ്രഹം തന്നെ വിദേശത്ത് പോയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അയാൾ പറയുന്നത്, നീ മാത്രമേ വിദേശത്തേക്ക് പോകുന്നുള്ളൂ, സൊക്കൂൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന്. അത് കേൾക്കുമ്പോൾ സൊക്കൂൻ ആകെ ഞെട്ടിപ്പോവും. കാരണം അവൻ്റെ പെങ്ങൾക്ക് ഇതുവരെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു പരിചയമില്ല. അത് മാത്രമല്ല, അവനില്ലാതെ അവളില്ല. കാരണം എവിടെ പോയാലും അവൻ്റെ ഒരു ധൈര്യത്തിലാണ് അവൾ മുന്നോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അയാൾ പറയും, ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ പിരിക്കുന്നത്, നീ എൻ്റെ മകനായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഇവളുടെ ഒരു ചേട്ടൻ എന്നുള്ള പദവിയിൽ നിനക്ക് നിൽക്കാനാകില്ല. ഇപ്പോൾ തന്നെ ഇവൾ കാരണം ഞാൻ ഒരുപാട് നാണം കെട്ടു. കള്ളത്തരം എന്തെങ്കിലും ചെയ്താൽ മാത്രം പോരാ, അതിൽ പിടിച്ച് നിൽക്കാനുള്ള കഴിവ് കൂടി നിങ്ങൾക്ക് വേണം. അതില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കാവുന്ന തന്നെയാണ് നല്ലത്. ഇതൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും അയാളെ കാല് പിടിച്ച് പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണ്ട, ചേട്ടനില്ലാതെ ഞാൻ പോവില്ല. അതേപോലെ തന്നെ അവനും പറയുന്നുണ്ട്, അച്ഛാ അവളെ ഒറ്റയ്ക്ക് അയക്കരുത്, അവളില്ലാതെ എനിക്കും പറ്റില്ല എന്ന്. അപ്പോഴായിരിക്കും അയാളെ പുതിയ സെക്രട്ടറി വന്നിട്ട് ഇവളെ പിടിച്ച് മാറ്റിക്കൊണ്ട് പോവുക. ആ സമയത്ത് തന്നെ ഷിം അങ്ങോട്ട് വന്നിട്ട് ഇയാളോട് പറയും, മര്യാദയ്ക്ക് അവളുടെ കയ്യിൽ നിന്ന് വിട്ടോന്ന്. അത് കേൾക്കുന്ന ചെയർമാൻ ജൂ പറയും, നീ അവരുടെ കാര്യത്തിൽ ഇടപെടണ്ട, എൻ്റെ മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന്. അപ്പോൾ അവൾ പറയും, ഇവരെൻ്റെ കൂടെ മക്കളാണ്, അതുകൊണ്ട് എനിക്ക് കൂടി ഇവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള അവകാശം ഉണ്ടെന്ന്. ഇനി ഇവർ ഒരു തെറ്റും ചെയ്താൽ ഞാൻ നോക്കിക്കോളാം, ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇനി മുതൽ ഞാൻ തന്നെ ശ്രദ്ധിച്ചോളാം. ഇനി നിങ്ങൾക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവളെ വിദേശത്തേക്ക് അയച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഞാനും അവളുടെ കൂടെ പോകും, എന്താ വേണ്ടതെന്ന് നിങ്ങൾ എന്നെ തീരുമാനിക്കും. ഇതും പറഞ്ഞിട്ട് ഇവൾ കുട്ടികളെയും കൂട്ടി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും. ബൊസാങ് വില്ലയിൽ മിൻസോളിൻ്റെ ഫ്ലാറ്റ് വാങ്ങിയ വിവരം ഇപ്പോഴാണ് റോന അറിയുന്നത്. അത് അറിഞ്ഞ ഉടനെ തന്നെ അവൾ അവളുടെ അമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും, എന്തിനാണ് അമ്മ ആ മരിച്ച പെൺകുട്ടിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അമ്മ കാരണം ഇപ്പോൾ എനിക്ക് എത്ര നാണക്കേടുണ്ടായി, ഇപ്പോഴും എല്ലാവരും എന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ആ കുട്ടിയെ കണ്ടിട്ട് പോലുമില്ല, പക്ഷേ എല്ലാവരും എൻ്റെ നേരെ ഒരുമാതിരി നോട്ടോ അതുപോലെ തന്നെ വേണ്ടാത്ത രീതിയിലുള്ള സംസാരമൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് താമസം മാറിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്കൂളിലെ അവസ്ഥയൊന്നും അമ്മ ചിന്തിച്ച് നോക്ക്. എനിക്ക് ഒരു കുട്ടികളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാനേ പറ്റില്ല.
അതുകൊണ്ട് തന്നെ അമ്മയുടെ ഇഷ്ടം പോലെ അമ്മ എന്താണെന്ന് വെച്ച് ചെയ്തോ, പക്ഷേ ഞാൻ ഒരിക്കലും അമ്മയുടെ കൂടെ അങ്ങോട്ടേക്ക് വരികയില്ല. ഇത് പറഞ്ഞിട്ട് അവൾ ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അടുത്ത ഭാഗം കാണിക്കുന്നത് സ്യൂജിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അവിടെ ഹാംബ്യൂൾ ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ്. കാരണം അവളുടെ മുത്തശ്ശനൊക്കെ അവളെ നന്നായിട്ട് പ്രശംസിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്യൂജിൻ മാത്രം അവളെ നന്നായിട്ട് പ്രശംസിക്കുന്നില്ല. കാരണം അവളോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ചിയോങ് ആർട്ട് ഫെസ്റ്റിൽ നിനക്കായിരിക്കണം ഫസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ട്രോഫി നീ തന്നെ സ്വന്തമാക്കുകയും ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിനക്കും ആ ആഗ്രഹം തന്നെ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതൽ നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അവൾ പറയും, ശരിയാണ് അമ്മേ, ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളാമെന്ന്. ഇത് പറഞ്ഞിട്ട് സ്യൂജിൻ പുറത്തേക്ക് പോകും. അപ്പോൾ ഡോക്ടർ ഹായൻജോട് ചോദിക്കും, മോളെ നിനക്ക് സന്തോഷമായില്ലേ? നിനക്ക് എന്തെങ്കിലും ട്രീറ്റ് വേണോ അച്ഛൻ്റെ അടുത്ത് നിന്ന്? പക്ഷേ അവൾ ആവശ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഇരിക്കണം. നിങ്ങളെപ്പോഴും വഴക്കല്ലേ, ആ വഴക്കൊക്കെ മാറ്റി പഴയ പോലെ അടിപൊളിയായിട്ട് നമുക്ക് ജീവിക്കണം. ഇതായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ മകളുടെ ആഗ്രഹം അതായതുകൊണ്ട് തന്നെ അവൻ സ്യൂജിൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് നല്ലവണ്ണമൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവളോട് പറയും, നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ, നമുക്ക് ഡിന്നർ കഴിക്കാം, നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട്, നീ റെഡിയാണോ? അപ്പോൾ അവൾ പറയും, ഞാൻ കുറച്ച് ലേറ്റ് ആവും, എന്നാലും വരാമെന്ന്. ഇവർ ഡിന്നറിന് പോകുന്ന വിവരം നമ്മുടെ ചെയർമാൻ ജൂ അറിയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവർ രണ്ടുപേരും അടുക്കുന്നത് അയാൾക്ക് ഒരു തരത്തിലും ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, സ്യൂജിൻ്റെ ഫോണിലേക്ക് ഐ മിസ് യു, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങും. ഈ മെസ്സേജ് വായിക്കുന്ന സമയത്ത് സ്യൂജിൻ ആകെ ഒന്ന് പതറിപ്പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവൾക്കിപ്പോൾ അവളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ സമയം ചെലവഴിക്കണോ അല്ലെങ്കിൽ ഇയാളുടെ വാക്കും കേട്ട് പോകണോ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോവും. പക്ഷേ അവൾ രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ ഹായൻജൂളിനൊരു മെസ്സേജ് അയക്കും. എന്നിട്ട് അവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മുടെ ചെയർമാൻ ജൂ പറഞ്ഞ സ്ഥലത്തേക്ക് അയാളെ തേടി പോകും. ഹായൻജൂളിനാണെങ്കിൽ ഇവളുടെ ഈ മെസ്സേജ് വായിക്കുമ്പോൾ ദേഷ്യം വരും. കാരണം മകളുടെ ആവശ്യപ്രകാരമാണ് ഇയാൾ ഇവളെയും കൂട്ടിന്ന് പുറത്തേക്ക് പോയത്. ഭാര്യയുടെ അടുത്ത് കുറച്ച് സ്നേഹത്തിലൊക്കെ നിൽക്കാമെന്ന് കരുതുമ്പോൾ ഇവൾ ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളും. ഇവൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഇവൾ ശരിക്കും അച്ഛൻ്റെ അടുത്തേക്ക് തന്നെയാണോ പോയത്, ഇതൊന്ന് നോക്കണമല്ലോ എന്ന് കരുതി ഡോക്ടർ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ, അവളുടെ അച്ഛനെ കോൺടാക്ട് ചെയ്യും. അയാളുടെ സംസാരത്തിൽ നിന്ന് സ്യൂജിൻ അവളുടെ അച്ഛൻ്റെ അടുത്തേക്കല്ല പോയതെന്ന് നമ്മുടെ ഹായൻജൂളിന് മനസ്സിലാവുന്നുണ്ട്. പിറ്റേ ദിവസം ചെയർമാൻ ജൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷിമ്മു വന്നിട്ട് പറയും, എൻ്റെ അമ്മ നടത്തിക്കൊണ്ടിരുന്ന ഫർണിച്ചർ കമ്പനി ഞാൻ റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. ചെയർമാൻ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അയാൾക്ക് ആ ഒരു ബിസിനസ് അവൾ നടത്തിക്കൊണ്ടു പോകുന്നതിൽ തീരെ താല്പര്യമില്ലായിരുന്നു. അതുമാത്രമല്ല, ആ കമ്പനി അയാൾക്ക് സ്വന്തമാക്കണം എന്നുള്ളൊരു ചിന്ത അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ചോദിക്കും, നീ എന്തിനാ ബിസിനസ്സൊക്കെ ചെയ്യുന്നത്, നിനക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ, നീ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, നീ കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ അവൾ പറയും, അത് സാരമില്ല, എൻ്റെ അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു കമ്പനി ഉയർത്തിക്കൊണ്ട് വന്നത്, അതങ്ങനെ ഇട്ടേച്ച് പോകാൻ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ അയാൾ ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആവുന്നുണ്ട്. അടുത്ത ഭാഗം കാണിക്കുന്നത് ലേറ്റായിട്ട് സ്കൂളിലേക്ക് ഓടി ചെല്ലുന്ന റോനേനെയാണ്. ലേറ്റായിട്ട് പോയാൽ അവിടെ പെനാൽറ്റി പോയിൻ്റ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഒരുപാട് കുറ്റങ്ങൾ റോനയുടെ പേരിൽ സ്യൂജിൻ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് പെനാൽറ്റി പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഇനിയും അവൾ അത് വരുത്തി വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മതിൽ ചാടാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരിക്കും. ആ സമയത്താണ് നമ്മുടെ സൊക്കൂൻ അവിടെ വന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നത്. അവൻ പറയും, നീ ലേറ്റായിട്ടാണോ വന്നത്, എന്നാലൊരു കാര്യം ചെയ്യുക, എൻ്റെ തോളത്ത് കയറിയിട്ട് നീ അപ്പുറത്തേക്ക് ചാടി ഇറങ്ങാൻ നോക്ക്, എന്നിട്ട് വേഗം ക്ലാസ്സിലേക്ക് ചെല്ലുന്നത്. ഇതിനോട് താങ്ക്സ് പറഞ്ഞിട്ട് ഇവൾ വേഗം ക്ലാസ്സിലേക്ക് പോകും. ആ സമയത്ത് അവിടെ എല്ലാവരും കൂടെ ഇവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവൾക്ക് സോളോ പെർഫോം ചെയ്യാൻ പറ്റാത്തതും ഇവൾ മനഃപൂർവ്വം ലേറ്റായിട്ടാണ് വന്നതെന്നും പിന്നെ ആക്സിഡൻ്റ് എന്നൊക്കെ കള്ളം പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെല്ലാവരും കൂടെ ഇവളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവൾ പറയും, നിങ്ങൾ ഇപ്പോഴും ഈ ചൈൽഡിഷായിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ലേറ്റായിട്ട് വന്നത്, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സോളോ പെർഫോം ചെയ്യാമെന്ന് ഉള്ളത്, അപ്പോൾ അത് മനഃപൂർവ്വം ഞാൻ വേണ്ടാന്ന് വെക്കും, ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായതുകൊണ്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഹേറ പാലസിലെ കുട്ടികൾക്ക് മൊത്തം മിൻസോളിനെയാണ് ഓർമ്മ വരുന്നത്. ബാക്കി കുട്ടികളൊന്നും അവൾക്ക് ഇരിക്കാൻ സീറ്റ് പോലും കൊടുക്കില്ല. അപ്പോൾ സൊക്കും പറയും, നീ എൻ്റെ അടുത്ത് വന്നിരുന്നോ, എൻ്റെ അടുത്തുള്ള സീറ്റ് ഇവിടെ കാലിയായിട്ടിരിക്കുകയാണെന്ന്. ഇതൊന്നും നമ്മുടെ ഹാംബ്യൂളിനെ ഇഷ്ടപ്പെടുന്നേ ഇല്ല. ഇന്ന് എൻ്റെ വീട്ടിൽ വെച്ചിട്ടൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തതാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വരണം. ഹാംബ്യൂളിൻ്റെ ഈ സംസാരം കേട്ടിട്ട് സൊക്യോങ് പറയും, ഞങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് ഇന്ന് വരുന്നില്ല. എന്നിട്ട് റോനേനോട് പറയും, നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം. അത് കേട്ടിട്ട് സൊക്കൂനും പറയും, നീ വരികയാണെങ്കിൽ ഞാനും വീട്ടിലുണ്ടാവും, നീ എന്തായാലും വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാമെന്ന്. അത് കേട്ടിട്ട് ഹാംബ്യൂളും ജെനിയൊക്കെ വിചാരിക്കും, ഇവർ ഇത്ര പെട്ടെന്ന് കമ്പനി ആയോന്ന്. അഡ്മിഷൻ സമയത്ത് സ്യൂജിൻ പറഞ്ഞ പ്രകാരം റോനേനെ ജർമ്മൻ സോങ് പഠിപ്പിച്ച് ചതിച്ചൊരു സാറിനെ ഓർക്കുന്നുണ്ടോ?
ആ സാറായിരിക്കും ഇപ്പോൾ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവുക. ഇയാളെ കാണുന്ന സമയത്ത് റോന ആകെ ഷോക്കായി നിൽക്കുമായിരിക്കും. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അവൾ ആ സാറിൻ്റെ പിന്നാലെ പോയിട്ട് ചോദിക്കും, സാറിന് എന്നോട് സോറി പറയാൻ തോന്നുന്നില്ലേ? സാർ മാഡം പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തത്. അപ്പോൾ അയാൾ പറയും, നീ നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് കൊള്ളാം, വെറുതെ എൻ്റെ മെക്കെട്ട് കയറാൻ വരണ്ട. ഇതും പറഞ്ഞിട്ട് അയാൾ അവിടെ ഒരു പേപ്പർ ഒട്ടിച്ച് പോകും. അതിലെന്താണെന്ന് വെച്ചാൽ അവൾക്ക് പെനാൽറ്റി പോയിൻ്റ് ഉണ്ടെന്നായിരുന്നു. അത് മാത്രമല്ല വോളണ്ടിയർ വർക്കും അവൾ ചെയ്യേണ്ടിയിരുന്നു. അതായത് സ്കൂൾ ക്ലീൻ ചെയ്യുന്ന വർക്കും കൂടി അവൾക്ക് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ഹാംബിയോൾ അങ്ങോട്ട് വന്നിട്ട് പറയും, നീ എൻ്റെ അമ്മയെ പറ്റി മോശമായിട്ട് സംസാരിക്കരുതെന്ന്. അതിന് പകരമായിട്ട് റോന പറയുക എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ശരിക്കും വെയിറ്റിംഗ് ലിസ്റ്റിൽ കയറേണ്ടിയിരുന്ന ആൾ നീയായിരുന്നു, പക്ഷേ എനിക്കാണ് ആ സ്ഥാനം കിട്ടിയത്. അതെങ്ങനെയാണെന്നൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ അല്ലേ? ഇപ്പോഴും നീ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സോളോ പെർഫോമൻസ് ആണ് നീ തട്ടിയെടുത്തത്. ശരിക്കും പറഞ്ഞാൽ നീയാണ് ഇവിടുത്തെ പെരും കള്ളി. ഇത് പറയുമ്പോൾ ഹാംബിയോളിന് നന്നായിട്ട് ടെൻഷനാവുക. അത് മാത്രമല്ല അവൾക്ക് ദേഷ്യം വന്നിട്ട് റോനേനെ ഉപദ്രവിക്കാനായിട്ട് ചെല്ലുകയും ചെയ്യും. ഇവർ രണ്ടുപേരും കൂടി നന്നായിട്ട് അടി കൂടും. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സൊക്യോങ്ങും സൊക്കൂനും അവിടെ നിൽക്കുന്നുണ്ട്. സൊക്യോങ് പറയും, ഇവർ ഇത്ര പെട്ടെന്ന് അടി കൂടുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്ന്. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. എന്താണെന്ന് വെച്ചാൽ റോന സ്കൂളിൽ ലേറ്റായി വന്ന സമയത്ത് സൊക്കൂൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അത് ശരിക്കും നമ്മുടെ സൊക്യോങ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഹാംബിയോളിന് ഇവനെ ഇഷ്ടമാണെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പോൾ ഹാംബിയോളിനെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ മനഃപൂർവ്വം ഇവർ രണ്ടുപേരും അടുക്കുന്ന പോലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യിക്കുന്നത്. അത് കാണുമ്പോൾ ഹാംബിയോളിന് ദേഷ്യം വരികയും ഹാംബിയോളും റോനയും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്ന ഇവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സ്യോജിൻ അങ്ങോട്ട് വന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഫൈറ്റ് നിർത്താൻ വേണ്ടി പറയുന്നതും മാത്രമല്ല രണ്ടുപേർക്കും പെനാൽറ്റി പോയിന്റ് കൊടുക്കുന്നതും. അടുത്ത സീൻ കാണിക്കുന്നത് ചെയർമാൻ ജൂൻ്റെ ഓഫീസിലാണ്. അവിടെ അയാളുടെ സെക്രട്ടറി വന്നിട്ട് അയാൾക്കൊരു പെൻഡ്രൈവ് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മരിച്ചു പോയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നില്ലേ, മേയർ, അയാളുടെ ലാപ്പിലുള്ള കുറച്ച് വിവരങ്ങളായിരുന്നു. അത് അയാൾ ചെക്ക് ചെയ്യുന്ന സമയത്താണ് മിൻസോളിൻ്റെ ഫോട്ടോ അതിൽ കാണുക. അപ്പോൾ തന്നെ അയാൾ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇവൾ മെക്കാനിക്കൽ റൂമിലുള്ള സമയത്ത് ഫോൺ എവിടെയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെയർമാൻ അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതി നിങ്ങൾ എന്നെ വല്ലാതെ ഉപദ്രവിക്കേണ്ട. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഏട്ടൻ വന്നിട്ട് നിങ്ങളോടൊക്കെ പകരം ചോദിക്കും. ഇതാണ് ഇപ്പോൾ അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സൊക്യോങ്ങും സൊക്കോനും കൂടെ ഇപ്പോൾ റോനേനെ അവരുടെ വീട് മൊത്തം ചുറ്റി കാണിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതേ സമയത്ത് നമ്മുടെ ഷിമ്മ് അവളുടെ അമ്മേനെയും അതായത് റോനേൻ്റെ അമ്മേനെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുണ്ട്. വിരുന്നൊക്കെ കഴിഞ്ഞ് അവർ താഴേക്ക് പോകുന്ന സമയത്തായിരിക്കും സ്യോജിൻ്റെ പാർട്ടി അവിടെ നടക്കുന്നുണ്ടാവുക. സ്യോജിനും അതുപോലെ തന്നെ ഹാംബിയോളും അവളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അവരുടെ മുന്നിൽ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ സെക്യൂരിറ്റി ഗാർഡ്സിനെ വിളിച്ചിട്ട് പറയും, പരിചയമില്ലാത്ത ആളുകളെ ഇവിടേക്ക് കയറ്റി വിടരുതെന്ന് എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മേലാൽ ഇങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി ഗാർഡ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ രണ്ടുപേരെയും പിടിച്ച് പുറത്തേക്കാക്കും. വളരെ സങ്കടത്തോടെ റോന ഈ ഹെറ പാലസ് നോക്കി നിൽക്കുന്ന സമയത്ത് ഓയിനി പറയും, നീ ഒരിക്കലും വിഷമിക്കരുത്, ഒരു ദിവസം അമ്മ നിന്നെ ഇതേപോലുള്ളൊരു വീട്ടിൽ താമസിപ്പിക്കും, ഇത് അമ്മ തരുന്ന വാക്കാണ്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരിക്കലും ഞാൻ ബൊസാങ് വില്ലേജിലേക്ക്, അതും മിൻസോളുടെ ഫ്ലാറ്റിലേക്ക് ഒരിക്കലും ഞാൻ വരില്ല. ഇതും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ഓടിപ്പോവും. ഇവളുടെ വിഷമം സഹിക്കാൻ പറ്റാതെ ഓയോനി രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കും. അതെന്താണെന്ന് വെച്ചാൽ ആ ഫ്ലാറ്റ് എത്രയും പെട്ടെന്ന് സെയിൽ ചെയ്യാനുള്ളതായിരുന്നു. ആ വിവരം അറിഞ്ഞ് ആ ഫ്ലാറ്റ് വാങ്ങിക്കാൻ വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ വക്കീലായിരിക്കും. ഇതേ സമയത്ത് തന്നെ റോനേനെ അവളുടെ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും കൂടെ മിൻസോളിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നത് അറിഞ്ഞിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സുക്കൂനും വന്നിട്ട് ചോദിക്കും, നീ അവിടേക്ക് പോകുന്നെന്ന് കേട്ടു, അത് സത്യം തന്നെയാണോ എന്ന്. ഓയോനി എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു കുട്ടി ഇരുന്നിട്ട് TV കാണുന്നുണ്ടാവും. ആ കുട്ടി പെട്ടെന്ന് റിമോട്ടിൽ വോയിസ് കൂട്ടി വെക്കും. അപ്പോഴായിരിക്കും ന്യൂസ് കേൾക്കുക. അതെന്താണെന്ന് വെച്ചാൽ ബൊസാങ് വില്ലയിൽ റീഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നായിരിക്കും. അത് കേൾക്കുമ്പോൾ ഓയോനിക്ക് നല്ല സന്തോഷമാകും. കാരണം അവൾ വാങ്ങിയ ഫ്ലാറ്റ് അവൾ സെയിൽ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ഈ വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ അവൾ പറയും, ഞാൻ കോടീശ്വരിയായി എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ എണീറ്റ് തുള്ളിച്ചാടും. ഈ സമയത്ത് റോന കുട്ടികളുടെ എല്ലാവരുടെ ഇടയിൽ നിന്നിട്ട് ഓടിപ്പോയി സ്റ്റെയറിൻ്റെ അടുത്ത് നിൽക്കും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ മിൻസോളിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നതിന്? നിങ്ങളെല്ലാവരും ഇവളെ ഇങ്ങനെ പറഞ്ഞ് ടോർച്ചർ ചെയ്തിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇതും പറഞ്ഞ് അവളുടെ കയ്യിലുള്ള മോപ്പ് അവൾ മറ്റുള്ള കുട്ടികൾക്ക് നേരെ വീശുന്ന സമയത്ത് അവൾ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാനായിട്ട് പോകും. അപ്പോഴായിരിക്കും അവളുടെ കയ്യിൽ ഒരാൾ കയറി പിടിക്കുക. ആ ആൾ ആരാന്നുള്ളത് അടുത്ത എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇത് പുതിയൊരു ക്യാരക്ടറാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇയാൾ എങ്ങനെയാണ് ഈ സ്കൂളിലേക്ക് വന്നത്, എന്തിനാണ് റോനേനെ രക്ഷിച്ചത് എന്നൊക്കെ ഉള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിലായിട്ട് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.